ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നനച്ചുള്ളി പണീൻ്റെയാണ് കേട്ടോ. അതായത് നോമ്പൊക്കെ അടുക്കാറായില്ലല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ചായ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതാ അപ്പം ചൂടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ അപ്പത്തിന് പറയുന്നത് കലക്കിപ്പാർന്ന അപ്പം എന്നാണ് കേട്ടോ. ചില നാട്ടിലൊക്കെ വേറെ പേരായിരിക്കും അല്ലേ. ഇവിടെ ഞങ്ങൾ കലക്കിപ്പാർന്ന അപ്പം എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇതെല്ലാം ആയിട്ട് വേണം നമുക്ക് നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, ചായയൊക്കെ കുടിച്ചതിന് ശേഷം. അപ്പോൾ ഇതാ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാ അപ്പങ്ങളും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ അപ്പത്തേക്ക് കറി മീൻ കറിയാണ്. അപ്പോൾ മീൻ കറിയും കൂട്ടിയിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ. ചായ കുടി കഴിഞ്ഞ് വന്നപ്പത്തിന് ഉമ്മ അതാ പച്ചരി കഴുകുകയാണ് കേട്ടോ. അതായത് പച്ചരി ഉണക്കി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അരിയൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നനച്ചുള്ളിപ്പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുക്കളയിൽ നിന്നാണ് കേട്ടോ തുടങ്ങണത്. ഇത് ഞങ്ങളുടെ പഴയ അടുക്കളയാണ് കേട്ടോ. വീട് പണി കഴിഞ്ഞിട്ട് തേപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഴയത് തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. അതാണ് അടുക്കളയ്ക്ക് ഇങ്ങനെ. നനച്ചുള്ളിപ്പണി ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും ആകെ വലിച്ചു വാരിയിട്ടിരിക്കണം കേട്ടോ. ഇനി എല്ലാം വൃത്തിയാക്കിയിട്ട് വേണം. അപ്പോൾ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്യാസ് വെക്കുന്ന ഭാഗത്ത് ടൈൽസൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്യാസും എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുപ്പികളുണ്ട് കേട്ടോ കഴുകി വെക്കാൻ. അതായത് നമ്മളുടെ മസാലകളൊക്കെ ഇടുന്ന കുപ്പികൾ, അച്ചാർ കുപ്പികൾ, അങ്ങനത്തെ കുപ്പികളൊക്കെയാണ് കേട്ടോ ഈ കഴുകി വെക്കുന്നത്. അങ്ങനെ കുപ്പികളൊക്കെ കഴുകിയപ്പത്തിന് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ജലനിധിൻ്റെ വെള്ളമാണ്. ഇവിടെ ജലനിധി ആണെങ്കിലും സ്ഥിരമായിട്ട് വെള്ളം കിട്ടും കേട്ടോ. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം കിട്ടും. അപ്പോൾ ഇനി വെള്ളം കൂടെ പിടിക്കട്ടെ കേട്ടോ. ഇത്രയും പാത്രങ്ങളിലേക്കാണ് വെള്ളം പിടിക്കാറ്. നമ്മുടെ അടുക്കള നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതായത് ജനൽ തുടക്കണമൊന്നും എടുത്തിട്ടില്ല കേട്ടോ അടുക്കളൻ്റെ. ഇനി ചോറ് വെക്കാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പിലേക്ക് വെക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ചോറ് വെക്കാം. അടുക്കളയിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ മുകളിലത്തെ റൂമിലേക്ക് പോന്നിരിക്കുകയാണ് കേട്ടോ. മുകളിലെ ഭാഗങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതായത് മാറാല എനിക്ക് മാലാറാന്നേ വരുള്ളൂ കേട്ടോ. മാറാല തട്ടൊക്കെയാണ്. അപ്പോൾ താഴത്തെ ഭാഗങ്ങളിലൊക്കെ ഉമ്മയും നാത്തൂനും വൃത്തിയാക്കണുണ്ട്. അപ്പോൾ മുകളിലത്തെ റൂമുകളും അതുപോലെ ഹാള്, സിറ്റ് ഔട്ട് ഇതിൻ്റെയൊക്കെ മാറാലകൾ തട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതാ എല്ലായിടത്തെയും ജനലുകൾ തുടക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുഴയിൽ പോകാൻ കേട്ടോ. അതായത് കർട്ടനുകളും ബെഡ്ഷീറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ തിരുമ്പാൻ. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് എന്നാൽ പുഴയിൽ പോയി തിരുമ്പല്ലേ, വീട്ടിൽ നിന്നാണ് സാധാരണ തിരുമ്പാറ്. പുഴയിൽ പോയി നമുക്ക് ശരിക്ക് തിരുമ്പി പോരാലോ പറഞ്ഞങ്ങാണ്ട് ഞങ്ങളങ്ങനെ പുഴയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ചോറെല്ലാം ആയിട്ടുണ്ട്. പിന്നെ കറിയും മീൻ പൊരിച്ചതൊക്കെ നാത്തൂനിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇടിച്ചക്കുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇടിച്ചക്കുപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അരി വറുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പാക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതേപോലെയാണ് ഉണ്ടാക്കുന്നത്. കഴുകി വെച്ച ഇടിച്ചക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് പച്ചമുളക്, ഉപ്പ്, പിന്നെ അതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. അപ്പോൾ ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തൂമിക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി
ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും പിന്നെ അതുപോലെ ചുവന്നമുളകില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇടിച്ചക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുഴുവൻ ഇടിച്ചക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതാണ് കേട്ടോ അരിമണി വറുത്ത് ചെറുതായിട്ട് പൊടിച്ചത്. ഇനി നമുക്ക് അരിമണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇതാ പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ. പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ പുഴയിലെത്തിയിട്ടുണ്ട്. ഞാൻ പുഴയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് 3 മണിക്ക് സ്കൂളിലേക്ക് പോകണം. അതായത് കുട്ടികൾക്ക് ലിറ്റിൽ ഫെസ്റ്റിൻ്റെ പരിപാടി പഠിപ്പിക്കാനുണ്ട്. ചൊവ്വാഴ്ചയാണ് പരിപാടി. അപ്പോൾ അതിന് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി ഒപ്പനയ്ക്കും ഡാൻസിനും അങ്ങനെ എല്ലാ ഐറ്റം പരിപാടികൾക്കും. അങ്ങനെ വീടെത്തി. ഇനി മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. സ്കൂളിലേക്ക് പോവുകയാണ്. ഇതാ ഞാൻ സ്കൂളിലേക്ക് എത്തി. ഞങ്ങൾ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഡാൻസിൻ്റെ പ്രാക്ടീസാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തി. ഇതാ വെൽമിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും.